ഇരു രാജ്യങ്ങളും ഉടൻ തന്നെ പരസ്പരമുള്ള വെടിവെപ്പ് നിർത്തണം എന്ന US പ്രസിഡന്റ് ട്രംപിന്റെ കർശനമായ അന്ത്യശാസനത്തിന് പിന്നാലെ ഇറാൻ സൈന്യം പിൻവാങ്ങി. ഇസ്രയേലിന് നേരെയുള്ള ആക്രമണം നിർത്തി വെക്കുക എന്ന് തന്നെയാണ് ഇറാന്റെ സംയുക്ത സൈനിക കമാൻഡ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞത്. ഇറാനുമായി ചരിത്രപരമായ ഒരു സമാധാന കരാർ ഒപ്പിടാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇരു രാജ്യങ്ങളും വീണ്ടും ആക്രമണം ആരംഭിച്ചത്. ഇതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. ആക്രമണങ്ങൾ തുടർന്നാൽ അത് സമാധാന ശ്രമങ്ങളെ ബാധിക്കുമെന്നും എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് താനാണെന്നും ട്രംപ് നെതന്യാഹുവിനെ ഓർമ്മിപ്പിച്ചു. നെതന്യാഹുവിന് അമേരിക്കയുടെ വ്യവസ്ഥകൾ അംഗീകരിക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. കൂടാതെ ഇസ്രായേൽ ഒടുവിൽ നടത്തിയ ആക്രമണങ്ങളിൽ താൻ ഒട്ടും സന്തുഷ്ടനല്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. തുല്യമായ തിരിച്ചടികൾ എണ്ണവില കുതിച്ചുയരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും പരസ്പരം ശക്തമായ ആക്രമണങ്ങളാണ് നടത്തിയത്. ഇറാനെതിരെ പ്രത്യാക്രമണം നടത്തരുത് എന്ന US നിർദ്ദേശം മറികടന്ന് ഇസ്രായേൽ കഴിഞ്ഞ രാത്രി ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്കും തെക്കു പടിഞ്ഞാറൻ ഇറാനിലെ മഷറിലുള്ള പെട്രോ കെമിക്കൽ പ്ലാന്റിനും നേരെ വ്യോമാക്രമണം നടത്തി. ഇതിന് മറുപടിയായിട്ട് ഇന്ന് രാവിലെ ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈൽ മഴ പെയ്യിച്ചു. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ മിസൈലുകൾ പൂർണ്ണമായി തന്നെ തടഞ്ഞു. ഇരുവിഭാഗവും അവരുടെ ആക്രമണങ്ങൾ നടത്തിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പുതിയൊരു യുദ്ധത്തിന്റെ ആവശ്യമില്ലെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. എന്നാൽ സംഘർഷം ശക്തമായതോടെ രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണവില ക്രൂഡ് ഓയിൽ വില ഒരൊറ്റ ദിവസം കൊണ്ട് 3% വർദ്ധിച്ച ബാരലിന് $96 കുതിച്ചുയർന്നു. ലബനനിലെ സംഘർഷവും വെടിനിർത്തൽ ലംഘനവും നോക്കാം. ഏപ്രിൽ ആദ്യവാരം അമേരിക്കയുടെ മധ്യസ്ഥയിൽ ഒപ്പിട്ട് വെടിനിർത്തൽ കരാർ ഇസ്രയേലും അമേരിക്കയും ലംഘിച്ചതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഇറാൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. വാഷിംഗ്ടണിന്റെ അഭ്യർത്ഥന വകവയ്ക്കാതെ ഇസ്രയേൽ ഇന്ന് ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഒരു പാർപ്പിട സമുച്ചയത്തിന് നേരെ ആക്രമണം നടത്തിയിരുന്നു. ഇതിൽ 2 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തങ്ങളെ നിരന്തരം ആക്രമിക്കുന്ന ഹിസ്ബുള്ള ഭീകര സംഘടനയെ ഇല്ലാതാക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. മാർച്ച് ആദ്യവാരം യുദ്ധം തുടങ്ങിയതു മുതൽ ലബനനിൽ മാത്രം 3500-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 10 ലക്ഷത്തോളം പേർ അഭയാർത്ഥികളാവുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ യുദ്ധം നീണ്ടുപോകുന്നത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കാൻ കാരണമാകുന്നുണ്ട്. ഇത് ആഗോളതലത്തിൽ ഇന്ധന വിലക്കയറ്റത്തിനും പല ദാരിദ്ര്യ രാജ്യങ്ങളിലെ പട്ടിണി മുന്നറിയിപ്പുകൾക്കും വഴിമാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് എത്രയും പെട്ടെന്ന് ഒരു അന്തിമ സമാധാന കരാർ ഉണ്ടാക്കാൻ ട്രംപ് നേരിട്ട് ഇടപെടുന്നത്. നിലവിൽ ഇറാൻ മേലെയുള്ള നാവിക സാമ്പത്തിക ഉപരോധങ്ങൾ ശക്തമായി തുടരുമെന്നും വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളിലെയും ചർച്ച മേശയിലെത്തിച്ച് വലിയൊരു സമാധാന കരാർ ഒപ്പിടാൻ സാധിക്കുമെന്നും ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചു. അതേസമയം US-ഉം ഇറാനും തമ്മിലുള്ള ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാന്റെ സൈനിക മേധാവിയുടെ ക്ഷണപ്രകാരം ലബനൻ ആർമി കമാൻഡർ പാകിസ്ഥാൻ സന്ദർശിച്ചതും സമാധാന നീക്കങ്ങളുടെ ഭാഗമായാണ് എന്ന് കരുതപ്പെടുന്നുണ്ട്. ഇറാൻ വിഷയത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് US പ്രസിഡന്റ് ട്രംപ് നൽകിയ അന്ത്യശാസനത്തെ ലഘൂകരിച്ച് ഇസ്രായേൽ പ്രതിനിധി അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിലെ ഇപ്പോഴത്തെ അസ്വാരസ്യങ്ങൾ കേവലം കാമുകന്മാർ തമ്മിലുള്ള പിണക്കം മാത്രമാണെന്ന് US-ലെ ഇസ്രായേൽ അംബാസിഡർ മൈക്കൽ ഹെർസോഗ് വിശേഷിപ്പിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കടുത്ത ഭിന്നതയിലാണെന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടയിലാണ് ഇസ്രായേലിന്റെ ഈ തന്ത്രപരമായ പ്രതികരണം വരുന്നത്. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം ഇസ്രായേലിനുള്ള US പിന്തുണ പിൻവലിക്കേണ്ടി വരുമെന്നും പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ദിവസം നെതന്യാഹുവിന് കടുത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളൽ ഉണ്ടാക്കിയെന്ന തരത്തിലാണ് ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നാൽ ഉഭയകക്ഷി ബന്ധത്തിന്റെ ദൃഢതയെ ബാധിക്കുന്ന ഒന്നും തന്നെ ഇപ്പോഴത്തെ ചർച്ചകളിൽ സംഭവിച്ചിട്ടില്ലെന്ന് അംബാസിഡർ വ്യക്തമാക്കി. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ളത് ആഴത്തിലുള്ള തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തമാണെന്നും ചില പ്രത്യേക വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനാധിപത്യ രാജ്യങ്ങൾക്കിടയിൽ ഇത്തരം ചർച്ചകളും വിയോജിപ്പുകളും സാധാരണമാണ്. അത് ബന്ധത്തിന്റെ തകർച്ചയായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും
ഹെർസോഗ് കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ മുൻനിർത്തി ഇരു രാജ്യങ്ങളും ഇപ്പോഴും സംയുക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം വാഷിംഗ്ടണിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇസ്രയേലും ഇറാനും തമ്മിൽ അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന മിസൈൽ യുദ്ധത്തിന് താൽക്കാലിക ശമനം കുറിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയിലാണ് ട്രംപ് ഇസ്രയേലിനെ ശാസിച്ചത്. ഇരു രാജ്യങ്ങളും ഉടൻ തന്നെ പരസ്പരമുള്ള വെടിവെപ്പ് നിർത്തണം എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശനമായ അന്ത്യശാസനത്തിന് പിന്നാലെ ഇറാൻ സൈന്യം പിൻവാങ്ങി. ഇസ്രയേലിന് നേരെയുള്ള ആക്രമണം നിർത്തിവെക്കുകയാണ് എന്ന് ഇറാന്റെ സംയുക്ത സൈനിക കമാൻഡർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇറാനുമായി ചരിത്രപരമായ ഒരു സമാധാന കരാർ ഒപ്പിടാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇരു രാജ്യങ്ങളും വീണ്ടും ആക്രമണങ്ങൾ ആരംഭിച്ചത്. ഇതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. ആക്രമണങ്ങൾ തുടർന്നാൽ അത് സമാധാന ശ്രമങ്ങളെ ബാധിക്കുമെന്നും എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് താനാണെന്നും ട്രംപ് നെതന്യാഹുവിനെ ഓർമ്മിപ്പിച്ചു. നെതന്യാഹുവിന് അമേരിക്കയുടെ വ്യവസ്ഥകൾ അംഗീകരിക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. കൂടാതെ ഇസ്രായേൽ ഒടുവിൽ നടത്തിയ ആക്രമണങ്ങളിൽ താൻ ഒട്ടും സന്തുഷ്ടനല്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇരു രാജ്യങ്ങളും പരസ്പരം ശക്തമായ ആക്രമണങ്ങളാണ് നടത്തിയത്. ഇറാനെതിരെ പ്രത്യാക്രമണം നടത്തരുതെന്ന US നിർദ്ദേശം മറികടന്ന് ഇസ്രായേൽ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്കും തെക്കു പടിഞ്ഞാറൻ ഇറാനിലെ മഹ്ഷറിലുള്ള പെട്രോകെമിക്കൽ പ്ലാന്റിനും നേരെ വ്യോമാക്രമണം നടത്തി. ഇതിന് മറുപടിയായി ഇന്ന് രാവിലെ ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈൽ മഴ പെയ്യുകയും ചെയ്തു. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ മിസൈലുകൾ തടഞ്ഞു. ഇരു വിഭാഗവും അവരുടെ ആക്രമണങ്ങൾ നടത്തിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പുതിയൊരു യുദ്ധത്തിന്റെ ആവശ്യമില്ലെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചതാണ് എല്ലാത്തിനും ട്വിസ്റ്റായത്.